അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ താരീഖിൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഒരുപാട് ഉമ്മമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എക്സാം നല്ല സുഖമായിരുന്നു, വീഡിയോ കണ്ടിട്ട് കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു, എൻ്റെ മോൾക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അൽഹംദുലില്ലാ അൽഫമറ. ഒത്തിരി സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എക്സാം അത്രയധികം സിമ്പിളായത്. ഇനി ഇൻഷാ അല്ലാ ശനിയാഴ്ച അഖ്ലാഖാണ് നമ്മുടെ വിഷയം. അതിൻ്റെ ഒരു റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഒറ്റൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് കഴിഞ്ഞ താരീഖിൽ എന്തെല്ലാം ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഇതിലെ ആൻസേഴ്സ് ഒന്നും തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇനി ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പം ഏതെങ്കിലും ആൻസേഴ്സ് മക്കളുടെ തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് അവർക്കതൊരു ടെൻഷൻ ആവാതിരിക്കാനും ഇനി വരുന്ന എക്സാമുകൾ അത് ബാധിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആൻസേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, യോജിപ്പിക്കാം. ഇവിടെ നമുക്ക് 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ മുകളിൽ തന്നെ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിൻ്റെ മാച്ച് ആയിട്ടുള്ള ആൻസേഴ്സ് മുകളിൽ നിന്ന് താഴെ എടുത്തെഴുതണം. അപ്പോൾ ആൻസേഴ്സ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കിയാലോ. 1, 10 വയസ്സ്, നജാഷി, എത്യോപ്യയിലേക്കുള്ള ആദ്യ ഹിജറ, ആമുൽ ഹുസൈൻ, ഖദീജ റളിയല്ലാഹു അൻഹ, ഖുറൈശികൾ, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ക്ലിയർ ആണല്ലോ. ഇനി ചോദ്യങ്ങൾ നോക്കാം. 1, നുബുവത്തിൻ്റെ 10ാം വർഷം ഡാഷ്. നുബുവത്തിൻ്റെ 10ാം വർഷം എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ എഴുതണം. 2, നുബുവത്തിൻ്റെ 5ാം കൊല്ലം എന്താണ് സംഭവിച്ചത് എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. 3, അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ പ്രായം എത്രയാണെന്ന് നമുക്കറിയാം, അതവിടെ ഉണ്ട്. 4, മുമ്പ് അടിമയായിരുന്നു, ആരാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 5, എത്യോപ്യൻ രാജാവ് ഡാഷ്. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു, കുടുംബത്തിനെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഡാഷ്. ഓക്കെ, ആരാണ് നബി തങ്ങളുടെ കുടുംബത്തിനെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചത് എന്ന് അവിടെ എഴുതണം. 7, അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 3ാം ദിവസം വഫാത്തായി ഡാഷ്. സിമ്പിളാണല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വ്യക്തമാക്കാം. 1, പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണെന്ന് അവിടെ എഴുതണം. 2, സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തബ്ബൻ ലക്ക എന്ന് പറഞ്ഞത് ആ ആളാരാണെന്ന് അവിടെ എഴുതണം. 4, എത്യോപ്യയിലേക്ക് 2ാമത്തെ ഹിജറ പോയവരുടെ എണ്ണം. ഓക്കെ, സിമ്പിളാണല്ലോ. ഇനി 3ാം ചോദ്യം നോക്കൂ, ഉത്തരം എഴുതാം. ഓക്കെ. 1, അബൂ ത്വാലിബിന് രോഗം ബാധിച്ചത് എപ്പോഴാണ്? എപ്പോഴാണ് അബൂ ത്വാലിബിന് രോഗം ബാധിച്ചത്? ഇനി രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി എപ്പോൾ? ഓക്കെ. 3, എത്യോപ്യയിലേക്കുള്ള ആദ്യ ഹിജറയിൽ എത്ര പേരുണ്ടായിരുന്നു? 4, നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? 5, ആദ്യമായി ദീനി പഠനം നടത്തിയത് എവിടെ വെച്ചായിരുന്നു? എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പൂർത്തിയാക്കാം. 1, താങ്കൾ കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല, അവർ ഡാഷ്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ സെയിം സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതവിടെ പൂരിപ്പിക്കാനാണ്. 2, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഡാഷ്. 3, ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡാഷ്. 4, കഅബയിൽ തൂക്കിയ കരാർ പത്രം അവർ തന്നെ ഡാഷ്. അപ്പോൾ അതും നമ്മളവിടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ. 5, പൂരിപ്പിക്കാം. ഒന്നാമത്തേത് എന്താണ്? അബൂ ത്വാലിബിൻ്റെ മരണത്തോടെ ഡാഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡാഷ് ശക്തിയോടെ ഡാഷ് തുടങ്ങി. ഓക്കെ, ഉത്തരം അറിയാമല്ലോ. ഓക്കെ, ആ ഒരു സംഭവവും കാര്യവും എല്ലാം അറിയാം. രണ്ടാമത്തേത് നോക്കാം. നിങ്ങൾ ഡാഷ് പോയിക്കൊള്ളുക, ഡാഷ് എത്തുന്നവരെ ഡാഷ് ഒരു രാജാവ് അവിടെയുണ്ട്.
ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം, വിഗ്രഹാരാധന ഡാഷ് ഏകനായ അള്ളാഹുവിനെ ഡാഷ് ആരാധിക്കാനും ഉപദേശിച്ചു. കണ്ടോ? അപ്പോൾ ചില മക്കളൊക്കെ എന്നോട് പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പൂരിപ്പിക്കാനായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. മക്കൾ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് ക്വസ്റ്റ്യൻസും പൂരിപ്പിക്കാൻ തന്നെയാണ്. ഈ ഉത്തരം എഴുതാമെന്നുള്ള ചോദ്യം ഒഴികെ ബാക്കിയെല്ലാം പൂരിപ്പിച്ച് കൊടുക്കാനായിരുന്നു. ഓക്കെ. അപ്പം മക്കൾക്കെല്ലാം എക്സാം എളുപ്പമായിട്ടുണ്ട്. ഓക്കെ. ഇനി അതിലെന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോട്ടെ, നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത എക്സാമുകളിലൂടെ അത് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി വരാനുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. അള്ളാഹു നന്നായി പഠിക്കാനും നന്നായി എക്സാം എഴുതാനും നല്ല മാർക്കോട് കൂടി വിജയിക്കാനും നല്ല മക്കളാക്കാനും തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.